കൊല്ലം തേവലക്കരയിൽ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. സ്കൂളിൽ വച്ച് ഷോക്കേറ്റാണ് വിദ്യാർത്ഥിയുടെ മരണം സംഭവിച്ചത്. 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുനാണ് മരിച്ചത്. മനോജിലേക്ക് പോകുന്നു. മനോജ്, ഇപ്പോൾ സ്കൂൾ ഗേറ്റിന് പുറത്ത് അതിശക്തമായ ഒരു പ്രതിഷേധം അലയടിക്കുന്ന കാഴ്ചയാണല്ലോ കാണാൻ കഴിയുന്നത്. സ്കൂൾ അധികൃതർക്കെതിരെ തന്നെയാണ് പ്രതിഷേധം ഉയരുന്നത്. എന്തൊക്കെ ന്യായീകരണങ്ങൾ നിരത്തിയാലും ഒരിക്കലും സംഭവിക്കാൻ പാടുള്ളതല്ല സ്കൂളിൽ സംഭവിച്ചത് എന്നുള്ളത് തന്നെയാണ്. അതിനി ന്യായീകരണങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത നടപടി, കൃത്യമായൊരു നടപടി വേണമെന്നാണോ ഈ പ്രതിഷേധ സൂചകമായി നാട്ടുകാരും അതോടൊപ്പം BJPയും ഒക്കെ ആവശ്യപ്പെടുന്നത്? തീർച്ചയായും അതുതന്നെയാണ്. ഈ സ്കൂളിന് മുന്നിൽ ഇപ്പോൾ വലിയ പ്രതിഷേധം തന്നെയാണ് നടത്തുന്നത്. അതായത് RSP പ്രവർത്തകരും BJP പ്രവർത്തകരും അതോടൊപ്പം ഈ പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. എന്തായാലും സ്കൂൾ അധികൃതർ പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ നടത്തുന്നുണ്ട്. എന്നാലും അതിലൊന്നും തന്നെയല്ല, അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പോലീസിനടക്കം ഈ വിവരം കൈമാറിയിട്ട് ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അന്വേഷണം നടക്കുന്നു എന്ന് പറയുന്നതല്ലാതെ ഒരു കൃത്യമായുള്ള ഒരു മറുപടി നൽകാൻ ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ മറ്റ് അധികാരികൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥി സംഘടനകളടക്കം പ്രതിഷേധവുമായി എത്തി. ഈ ഒരു അപകടം സംഭവിച്ച ഈ ഒരു സ്കൂളിലേക്ക് ജനങ്ങൾ കൂടുതലായി എത്തുന്നുണ്ട്. നമ്മളോടൊപ്പം ABVPയുടെ സംസ്ഥാന സെക്രട്ടറി ഈശ്വരപ്രസാദ് കൂടെ ചേരുകയാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കൃത്യമായും സ്കൂൾ അധികൃതരുടെയും അതോടൊപ്പം തന്നെ KCBയുടെ ഭാഗത്തു നിന്നും അനാസ്ഥ സംഭവിച്ചെന്നാണ് ഉയരുന്ന ആരോപണം. തീർച്ചയായിട്ടും അംഗീകരിക്കാൻ പറ്റാത്ത സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇത് നമ്മുടെ കേരള ജനതയെ മൊത്തം അടിച്ചുകൊണ്ടാക്കുന്ന ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. കഴിഞ്ഞ 3-4 മാസമായിട്ട് നമുക്ക് നമ്മുടെ കേരള ജനതയെ മൊത്തം വിഷമത്തിലാക്കുന്ന ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രവർത്തനമാണ് മാനേജ്മെന്റ് ഭാഗത്ത് നടന്നത്. കഴിഞ്ഞ 3-4 മാസമായിട്ട് പരാതി കൊടുത്തതിന് ശേഷം KCB ഇതിൽ നടപടിയെടുക്കാൻ സ്വീകരിച്ചിട്ടില്ല. ഇതെങ്ങനെ അംഗീകരിക്കാൻ വേണ്ടി പറ്റുക? കൃത്യമായി കൊലക്കുറ്റത്തിന് കേസെടുക്കണം. ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വലിയ പ്രക്ഷോഭമായിട്ട് ABVP മുന്നോട്ട് പോകും. അതിലൊരു സംശയവും ഇക്കാര്യത്തിലില്ല. മൊത്തം വിദ്യാർത്ഥി സമൂഹത്തെ അണിനിർത്തിക്കൊണ്ട് ഇത്തരം മാനേജ്മെന്റ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വേണ്ട. അതിന് അനുമതി കൊടുക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിൽ ആ വിദ്യാഭ്യാസ മന്ത്രിയും കേരളത്തിൽ വേണ്ട എന്ന തീരുമാനം കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം എടുക്കേണ്ട അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ABVPയുടെ പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകും. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെല്ലാം വലിയ സംഭവമാണ് എന്നുള്ള രീതിയിലാണ് പ്രചരണം. അതോടൊപ്പം തന്നെ ഈ ഇത്തരത്തിലുള്ള മാനേജ്മെന്റുകളുടെ നിയന്ത്രണത്തിലുള്ള സ്കൂളുകൾ അതിനൊക്കെ തന്നെ ഈ നിർമ്മാണ വീഴ്ചകളോ ഒന്നും അധികാരികളുടെ നമുക്ക് സ്കൂൾ തുറക്കുമ്പോൾ ഈ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതല്ലേ ഏത് സ്കൂളായാലും? തീർച്ചയായിട്ടും എല്ലാ അധ്യയന വർഷ ആരംഭത്തിലും അത്തരം കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. ആ സമയത്ത് ചെക്ക് ചെയ്യാതെ ചെക്ക് ചെയ്ത് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ KCBയിൽ റെഡി ആവാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടില്ല. അവരതിന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടില്ല. ഇത് തീർത്തും അനാസ്ഥ തന്നെയാണ്. ഇതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസ മന്ത്രിക്കോ വിദ്യാഭ്യാസ വകുപ്പിനോ അല്ലെങ്കിൽ KCBക്കോ കഴിയില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് അവർക്കെതിരെ നടപടിയെടുക്കണം. അവർക്കെതിരെ കേസെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. അവരെ പ്രതി ചേർത്തുകൊണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ വലിയ പ്രതിഷേധവുമായിട്ട് ABVP മുന്നോട്ട് പോകും. എല്ലാ അധ്യയന വർഷവും ഇത്തരം കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു വകുപ്പുള്ളത്? വിദ്യാർത്ഥികളുടെ ജീവനും സ്വത്തിനും ഇവിടെ സംരക്ഷണമല്ലെങ്കിൽ പിന്നെ എന്തിനെങ്കിലും ഒരു വകുപ്പ്? അപ്പൊ അത് ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. വിദ്യാഭ്യാസ വകുപ്പിന്റെ അനാസ്ഥയുണ്ട്, KCBയുടെ അനാസ്ഥയുണ്ട്. അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. തീർച്ചയായും അത് തന്നെയാണ്. ഇപ്പോൾ ADM ഇവിടെയുണ്ട്. ADM അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഈ ചൈൽഡ് ലൈനിന്റെ ഉദ്യോഗസ്ഥരുമൊക്കെ ഇവിടെ ഇപ്പോൾ പ്രതിഷേധം ശക്തമാക്കുകയാണ്. BJP പ്രവർത്തകരടക്കം പ്രതിഷേധം ശക്തമാക്കുകയാണ്. ഈ സ്കൂളിന്റെ മുൻവശത്തേക്ക് നിരവധി ആളുകൾ അങ്ങനെ തന്നെ എത്തുന്നുണ്ട്. കാരണം ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ആ മാനേജ്മെന്റിനെ സംരക്ഷിക്കുവാനുള്ള ഒരു ശ്രമം അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള നടപടികൾ, അതായത് കൃത്യമായിട്ടുള്ള നിർദ്ദേശം ലഭിച്ചിട്ട് പോലും ഇവിടെ ഒരു നടപടി സ്വീകരിക്കുവാൻ തയ്യാറായിട്ടില്ല. വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുവാൻ വേണ്ടി മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും മാനേജ്മെന്റിനെതിരെ കടുത്ത പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. അതോടൊപ്പം തന്നെ ഈ അധികാരികളുടെ അനാസ്ഥ, അതായത് ഈ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയും അതോടൊപ്പം KCBയുടെ ഭാഗത്തു നിന്നും അനാസ്ഥയുണ്ടെങ്കിൽ അതും കൃത്യമായും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. എന്തായാലും കൂടുതൽ ആളുകളെ സ്കൂളിനുള്ളിലേക്ക് കടത്തിവിടുവാൻ പോലീസ് തയ്യാറായിട്ടില്ല. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് നേരത്തെ ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, ഒരു 8ാം ക്ലാസ്സുകാരൻ തന്റെ ക്ലാസ് മുറിക്കുള്ളിൽ നിന്നും പുറത്തേക്ക്, അതായത് തന്റെ ചെരുപ്പ് ഷീറ്റിന് മുകളിലേക്ക് പോയപ്പോൾ അത് എടുക്കുവാൻ വേണ്ടി
മുകളിലേക്ക് കയറുമ്പോഴാണ് ഇങ്ങനൊരു അപകടം സംഭവിക്കുന്നത്, ഷോക്കേറ്റ കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടുന്നത്. എന്തായാലും ചർച്ചകളൊക്കെ തന്നെ തുടരുന്നുണ്ട്. ഈ സ്കൂൾ അധികൃതരുമായും ഒക്കെ ADM അടക്കം ഇപ്പോൾ ചർച്ച നടത്തി. അതോടൊപ്പം തന്നെ പോലീസ് പറയുന്നു ഇത് കൃത്യമായും അന്വേഷിക്കുമെന്നൊക്കെ. പക്ഷേ ഈ ഇത്തരത്തിലുള്ള വായ്മൊഴികളൊന്നും അല്ലാതെ മറ്റൊരു നടപടികളിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല എന്നുള്ളതാണ് പ്രതിഷേധം ശക്തമാകാനുള്ള കാരണം. എന്തായാലും ഇപ്പോൾ ഈ BJP പ്രവർത്തകർ ഇവിടെ ഈ അധികൃതരുമായി സംസാരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി അതായത് പലതരത്തിലുള്ള അപകടങ്ങൾ ഈ സ്കൂളുകളിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയത്. ഈ ഒരു സാഹചര്യത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് BJP അടക്കം അറിയിച്ചിട്ടുള്ളത്. കൊല്ലം തേവലക്കരയിലെ സ്കൂളിലാണ് ഇത്തരത്തിലൊരു വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയ വലിയ അങ്ങേയറ്റം ഗുരുതരമായ ഒരു അനാസ്ഥ ഉണ്ടായിരിക്കുന്നത്. സ്കൂൾ കെട്ടിടത്തോട് ചേർന്ന് വളരെ താഴ്ന്ന രീതിയിൽ വൈദ്യുതി ലൈൻ കമ്പി ഉണ്ടായിരുന്നു. ഈ കുഞ്ഞ് ചെരുപ്പ് വീണ ഷെഡിന് മുകളിലേക്ക്, താൽക്കാലികമായി നിർമ്മിച്ച ആ ഷെഡിന് മുകളിലേക്ക് കയറുകയും വൈദ്യുതി ലൈനിൽ കൈകൊണ്ട് പിടിക്കുകയും ചെയ്തപ്പോഴാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. സ്കൂൾ അധികൃതരുടെ തികഞ്ഞ അനാസ്ഥ എന്നല്ലാതെ മറ്റൊന്നും ഇക്കാര്യത്തിൽ പറയാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പറയേണ്ട പറ്റില്ലല്ലോ. സാറ് ADM ആണ്, സാറ് CPM-ആയിട്ട് സംസാരിക്കാതെ, സാറ് ഇതിന്റെ മാനേജറുമായിട്ട് സംസാരിക്കാതെ, സാറ് ADM ആണ്, ADM ആയിട്ട് സംസാരിക്കും. കൊല്ലത്തിന്റെ ADM ആണ്, ADM ആയിട്ട് സംസാരിക്കും. അല്ല സാറേ, അല്ല. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അലയടിക്കുന്നത്. ADM ആണ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത്. സ്കൂൾ മാനേജ്മെന്റിനെ ന്യായീകരിക്കാൻ ശ്രമിക്കാതെ ഉദ്യോഗസ്ഥനായിട്ടുള്ള രീതിയിൽ സംസാരിക്കൂ എന്നുള്ള ആക്രോശമാണ് അവിടെ നിന്നും വരുന്നത്. സ്കൂളിലെ ഒരു റെക്കോർഡ് ഞങ്ങളാരും പരിശോധിച്ചിട്ടില്ല. ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന് ഒരു വിഭാഗം പറയുന്നു, ഇല്ലാന്ന് വേറൊരു വിഭാഗം പറയുന്നു. ഇതൊക്കെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പരിശോധിക്കാൻ പറ്റും. രേഖകളൊന്നും പരിശോധിച്ചിട്ടില്ല. അതൊക്കെ ബന്ധപ്പെട്ട വകുപ്പുകൾ പരിശോധിക്കും. സ്ഥാപനമല്ലേ, കേരള ഗവൺമെന്റിന്റെ അണ്ടർടേക്കിംഗ്. ഞാൻ ഇന്നത്തെ കാര്യമല്ലേ പറയുന്നത്. ഏരിയ കമ്മിറ്റി ഓഫീസൊന്നും അല്ലല്ലോ സാറേ, ഇത് സ്കൂളല്ലയോ. 10 വർഷം മുമ്പാണ് ഈ ഷെഡ് ഇവിടെ കെട്ടിയതെന്ന്. അതെ, എന്നിപ്പോ പറഞ്ഞു, സ്കൂൾ മാനേജ്മെന്റ് പറഞ്ഞു. അതും പരിശോധിക്കണം. പരിശോധനയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് അതൊക്കെ. നമുക്കിപ്പോ ഓപ്പണായിട്ട് വെറുതെ എന്ന് പറയാൻ പറ്റുന്നതല്ല. കൃത്യമായിട്ട് അത് പരിശോധിക്കും. ഇതിന്റെ എല്ലാ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാവും. മനോജ് തുടരുക. മനോജിലേക്ക് തന്നെ എത്താം. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സ്കൂളിന് മുൻപിൽ നടക്കുന്നത്. ന്യായീകരണങ്ങൾക്കൊന്നും പ്രസക്തിയില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്.